ഹലോ ഓൾ, നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പുതിയൊരു വീഡിയോ സീരീസാണ്. നമ്മുടെ സീരീസിന്റെ പേര് റിപ്പീറ്റേഴ്സിനോട് എന്നാണ്. എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾ കാര്യം മനസ്സിലായില്ലേ? നമ്മൾ ഒരുപാട് ആളുകൾ നീറ്റ് 2022 ശേഷം ഒരിക്കൽ കൂടി നീറ്റ് 2023 പ്രിപ്പയർ ചെയ്താലോ എന്ന് ആലോചിച്ചിരിക്കുന്ന സമയമാണിത്. സോ അങ്ങനെ ഒരു വട്ടം റിപ്പീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരു വർഷം സ്പെൻഡ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു വട്ടം കൂടി ഇതിലേക്ക് ഇരിക്കണം, ഒരു വട്ടം കൂടി ആലോചിക്കണം എന്ന് വിചാരിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും, നിങ്ങളെല്ലാവരും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആൻഡ് ഈ കാര്യങ്ങളിലൂടെ കടന്നു പോകുക എന്നുള്ളത് അടുത്ത വർഷത്തെ നിങ്ങളുടെ സക്സസിന് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആവുന്ന സാധനങ്ങളാണ്. സോ ഈ കാര്യങ്ങളെല്ലാം കൂടി ഉൾക്കൊള്ളിച്ച് ഒരൊറ്റ വീഡിയോയിൽ ചെയ്യുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. അതുകൊണ്ട് നമ്മൾ ചെറിയ 5, 6, 7 വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ടാവും. സോ ഒന്നാമത്തെ കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ബെൽ ബട്ടൺ അമർത്തുക. നമ്മൾ ഈ സീരീസിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നുണ്ടാവും. സോ ആദ്യത്തെ കാര്യം എന്താണെന്നല്ലേ, സോ ഈ സീരീസിലെ തന്നെ ഫസ്റ്റത്തെ ടോപ്പിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ നീറ്റ് എക്സാമിന്റെ ചൂടെല്ലാം കഴിഞ്ഞ് ഒന്ന് തണുത്ത് ഇരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ എന്താണ് ടെൻഷനിലാണ്, നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമുക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള ടെൻഷനിലാണ്. അതിൽ കൂടുതൽ ആളുകൾക്ക് ഏകദേശം ധാരണയായിട്ടുണ്ട്, എനിക്ക് ഇത്തവണ കിട്ടും അല്ലെങ്കിൽ എനിക്ക് ഇത്തവണ കിട്ടില്ല. ആൻഡ് അതിന്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ അനുഭവിച്ചിരിക്കുകയാണ്. സോ എനിക്ക് സംസാരിക്കാനുള്ളത് ഡെഫിനറ്റ്ലി ഇത്തവണ കിട്ടില്ല അല്ലെങ്കിൽ കിട്ടാൻ സാധ്യതയില്ല എന്ന് വിചാരിക്കുന്ന ആളുകളോടാണ്. നിങ്ങൾ എന്താ മക്കളെ ചെയ്യേണ്ടത്? ഡെഫിനറ്റ്ലി എനിക്കറിയാം നിങ്ങൾ ടെൻഷനിലാണ്, നിങ്ങൾ സങ്കടത്തിലാണെന്നുള്ള കാര്യം അറിയാം. ആൻഡ് നിങ്ങൾ എല്ലാവരിലും കുറേ അധികം ആളുകൾ മറ്റു കോഴ്സുകളിലേക്ക് സെലക്ട് ചെയ്യാനും മറ്റു കുറച്ച് ആളുകൾ റിപ്പീറ്റ് ചെയ്യുക ഒരിക്കൽ കൂടി എന്നുള്ള രൂപത്തിൽ ഇരിക്കുന്ന ആളുകളുണ്ട്. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ സമയത്ത് ഫുൾ ടെൻഷൻ റിലീവ് ചെയ്തിട്ട് ചില്ലാക്കുക എന്നുള്ളതാണ്. അടിച്ചു പൊളിച്ചിരിക്കുക, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. നിങ്ങളുടെ മൈൻഡിന് പ്ലഷർ കിട്ടുന്ന, നിങ്ങൾക്ക് ആഘോഷിക്കാൻ പറ്റുന്ന, നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ് സാർ ഇങ്ങനെ പറയുന്നതെന്നല്ലേ? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങൾ കഴിഞ്ഞ ഒരു വർഷം വളരെ സ്ട്രെയിൻഡ് ആയിട്ട്, വളരെ കൺസ്ട്രെയിൻഡ് ആയിട്ട് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി അടുത്ത ഒരു വർഷം കൂടി അതുപോലെ കൺസ്ട്രെയിൻഡ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നാണ് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സാഹചര്യങ്ങൾ നിങ്ങളോട് പറയുന്നത്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു നമുക്ക് അത്ര ഉറപ്പുണ്ട് താനും. സോ അടുത്ത ഒരു വർഷത്തെ ഈ സ്ട്രെയിൻഡ് ആയിട്ടുള്ള വർക്കിന് പോകുന്നതിന് മുന്നേ ഉള്ള ഈ ഒരു പീരീഡ്, അറ്റ്ലീസ്റ്റ് ഈ ഒരു മാസം അല്ലെങ്കിൽ 2 മാസം ടൈം പീരീഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഫീൽ ഫ്രീ ആയിട്ട് അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. എന്നോട് പേഴ്സണലി ചോദിച്ചാൽ ഞാൻ ബുക്ക് വായിക്കാനും സിനിമ കാണാനും ട്രാവൽ ചെയ്യാനും ഒക്കെ ഇഷ്ടമുള്ള ആളാണ്. ഒരുപാട് ബന്ധുക്കളെ വിസിറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ആളുകളാണ്. സോ ഞാൻ ഇതൊക്കെ ആയിരിക്കും ചെയ്യുക. നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ചെയ്യുക? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഫുഡ് കഴിക്കാൻ ഇഷ്ടമുള്ളവർ, ട്രാവൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർ, സിനിമ കാണാൻ ഇഷ്ടമുള്ളവർ, ബുക്ക് വായിക്കാൻ ഇഷ്ടമുള്ളവർ, നിങ്ങളുടെ ഹോബീസ്, നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ അത് എന്തെല്ലാമാണോ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ഇപ്പോൾ ഈ ഒരു പീരീഡിൽ ചെയ്യുക. ആൻഡ് യു ഹാവ് ടു ടേക്ക് എ ബ്രേക്ക്. ഒരു 1 മന്തിന്റെ അല്ലെങ്കിൽ മേ ബി മോർ ദാൻ 1 മന്ത്, 1.5 മന്തിന്റെ ഒരു ബ്രേക്ക് എടുക്കണം. പഠിത്തത്തെ പറ്റി ആലോചിക്കാത്ത, നീറ്റിനെ പറ്റി ആലോചിക്കാത്ത ഒരു മാസം. നിങ്ങളുടെ ബോഡിയുടെ ഉള്ളിൽ, നിങ്ങളുടെ മൈൻഡിന്റെ ഉള്ളിൽ, നിങ്ങളുടെ തലച്ചോറിലുള്ള ഓരോ ന്യൂറോണുകളിലും സെറട്ടോണിൻ എന്ന് പറയുന്ന നമ്മുടെ സന്തോഷത്തിന്റെ ആ ന്യൂറോ ട്രാൻസ്മിറ്റർ ഫില്ലാവണം. അത് ഫില്ലായതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കാവുള്ളൂ. നമ്മൾ വീണ്ടും പഠിക്കാൻ തുടങ്ങാവുള്ളൂ. സ്ട്രെയിൻഡ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് നമ്മളെ ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിക്കും. സോ മക്കളെ, ഇപ്പൊ തന്നെ ആലോചിച്ചോ, നിങ്ങൾ ഈ ഒരു തീരുമാനത്തിലേക്കാണ് നിൽക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഫ്രീ ആവുക, മൈൻഡ് ഫ്രീ ആക്കുക, അടിച്ചു പൊളിക്കാൻ തുടങ്ങുക. ആൻഡ് നിങ്ങൾ അടിച്ചു പൊളിച്ചിരിക്കുന്നതിന്റെ ഇടയിൽ അടുത്തൊരു വീഡിയോ ഈ സീരീസിൽ ചെയ്തിട്ട് ഞാൻ വീണ്ടും വരുന്നുണ്ടാവും. സോ ബൈ. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത്. സീ യു അഗൈൻ ഇൻ നെക്സ്റ്റ് വീഡിയോ.